പി വേണുഗോപാൽ. അദ്ദേഹം VS അച്യുതാനന്ദനെ പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന നേതാവ് എന്നൊരിക്കൽ MN വിജയൻ മാഷ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിക്കകത്തും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന് പരാജയം ഉണ്ടായിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം കോഴിക്കോട് 91-ൽ പരാജയപ്പെടുന്നു, 96-ൽ മാരാരിക്കുളത്ത് നിയമസഭയിലേക്ക് പരാജയപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം 2005-ൽ വീണ്ടും മലപ്പുറത്ത് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ അപ്രമാദിത്വം നഷ്ടമാവുന്നത് നമ്മൾ കാണുന്നു. ഇങ്ങനെ പല പല തിരിച്ചടികൾ, അരികുവൽക്കരണം, അദ്ദേഹം പാർട്ടിക്കകത്ത് നടത്തിയ ഫൈറ്റ്, ഇതിന്റെ എല്ലാം ആകത്തുകയായുള്ള ഒരു VS-നെ താങ്കൾ എങ്ങനെ കാണും? VS-നെ സെറ്റ് ബാക്ക് ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് മൗനത്തിലോട്ട് പോകും. അങ്ങനെ ഞാൻ മാരാരിക്കുളത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മാരാരിക്കുളത്ത് അദ്ദേഹത്തിൻ്റെ വോട്ടെണ്ണി തോക്കുമെന്ന് ഉറപ്പാകണേ വോട്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലോട്ട് പോയപ്പം ഞാനും ജയനാഥ് ദേശാമാനയുടെ ലേഖൻ, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയപ്പോൾ TN ഗോകുമാറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അന്ന് ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ, ഒരു ചാനലേ ഉള്ളൂ. PS ഒന്നും മിണ്ടാതെ പുള്ളിയുടെ മുറിയിൽ പഴയ തടി കസേരയിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നില്ലാതെ, അക്കാരുടെ മുഖത്തോട്ട് തന്നെ നേരെ നോക്കുന്നില്ല. അവിടുന്ന് എനിക്ക് തോന്നുന്നു ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തോട്ട് സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നതിൻ്റെ അതിനവിടുന്ന് പുറപ്പെട്ടു. ഇവിടെ വന്നപ്പോഴത്തെ ആൾ ഉഷാറായി. അവരുടെ പ്ലാന് സുശീല മുഖ്യമന്ത്രിയാവുക എന്നുള്ളതായി. അതെ, അത് മുഴുവൻ തടയിട്ടു. നയനാറെ പിടിച്ചു. ഇദ്ദേഹത്തിന് നന്നായിട്ടറിയാം. നയനാർക്കൊരു ആശ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് പേരെ കൂടെ സപ്പോർട്ട് കിട്ടുമെന്നും ഈ പരിപാടി നടക്കത്തില്ല എന്നങ്ങ് പൊളിച്ചു കളഞ്ഞു പുള്ളിക്കാരൻ. അതൊന്ന്. പിന്നെ മലപ്പുറം സമ്മേളനം കഴിഞ്ഞിട്ട് ആകെ തകർന്നാണ് വന്നിരുന്നത് ഇവിടെ. അപ്പോഴീ പറഞ്ഞ കണ്ടോൺമെൻറ് ഹൗസിൽ ഞാൻ കയറി കണ്ടായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞെ ഷാജഹാൻ പറഞ്ഞു, ഇങ്ങനെ VS ആകെ ഡൗണാണ്, ഒന്ന് കയറി കണ്ടുകൂടെ എന്ന് ചോദിച്ചു. ഒന്ന് കയറി കണ്ടു. അവിടുന്ന് ഞാൻ എൻ്റെ പൊട്ടത്തരത്തിന് VS ബുദ്ധനാകുന്നതിനെ പറ്റി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്. അതായത് VS ഒന്നും ചെയ്യണ്ട, VS വെറുതെ ആലപ്പുഴ പോയി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ VS-ൻ്റെ ആ പ്രസൻസിന് തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു പാർട്ടിക്കകത്തുണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അപ്പോൾ ഇദ്ദേഹം തിരിച്ച് ചോദിച്ചത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ സന്യാസത്തിലോട്ട് പോകണമെന്നാണോ? എന്ന് പറഞ്ഞിങ്ങനെ ജുബ്ബ അങ്ങോട്ട് തെറുത്ത് കയറ്റി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിക്ചർ മാറി. പുള്ളി പഴയ കണക്കിന് ഉഷാറായി. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള മട്ടില്ല. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് എങ്ങനെ കയറി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയായി. അത് സെറ്റ് ബാക്കുകൾ ഉള്ള സമയത്ത് അല്പം ഡൗണായി കണ്ടിട്ടുണ്ട്. പക്ഷേ അത് സ്ഥായിയായ ഒരു ഭാവമല്ല. ചട്ടക്കൂട്ടം ഞെണിക്ക് അവിടുന്ന് രാവിലെ ഉഷാറായിട്ട് നടന്ന് രാവിലെ തൊട്ട് ആ ഒരു മൊമെൻ്റത്തിലോട്ട് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹത്തിന്. ഏത് സമയവും ഫൈറ്റിന് റെഡി, ഒരു ഫൈറ്റർ. എനിക്ക് തോന്നുന്നു ശരീരവും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം 80 വയസ്സ് കഴിയുമ്പോഴും അദ്ദേഹം എത്ര ആരോഗ്യവാനായി ആണ് ജീവിച്ചത്. എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനൊക്കെ. ഈ ചെറിയ കാര്യത്തിനൊക്കെ ഈ സമയം കണ്ടെത്തുന്നതിൻ്റെ ഒരു ടോട്ടലി റിലാക്സ്ഡാണ് ഇദ്ദേഹം. നമ്മൾ പോയി കാണുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു നെഞ്ചുവേദനയാണ് വന്നത് എനിക്ക്. എന്നിട്ട് ഹോസ്പിറ്റലൊക്കെ പോയിരുന്നു. SUT-യിൽ അദ്ദേഹത്തെ നോക്കുന്ന ഡോക്ടർ തന്നെയാണ് നോക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ കയറി കാണണമെന്നിങ്ങനെ പുള്ളിയുടെ കൂടുള്ള ആൾക്കാരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടെന്നാണ്. ആ ചെന്ന് കണ്ടു ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ദിനചര്യകളെ പറ്റി ചോദിച്ചു. എന്നിട്ട് പുള്ളിയുടെ എക്സ്പീരിയൻസസ് പറഞ്ഞു. പുള്ളിക്കാരന് 50-55 വയസ്സുള്ളപ്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ടവാനും ബീഡി വലിക്കുമായിരുന്നു. അത് നിർത്തി, ചായ കൂടി നിർത്തി.
എന്നിട്ട് വെയിറ്റ് കുറച്ചതിൻ്റെ കണക്ക് പറഞ്ഞു. എന്നിട്ട് ഇത് ചെയ്യുന്നു, എൻ്റെ എന്താണ് പ്രാണായാമം ചെയ്യുന്നത് ചെയ്ത് കാണിച്ചു. ഇങ്ങനെ ഈ മൂക്കിൽ കൂടെ എടുത്തിട്ട് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങേ മൂക്കിൽ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സമയം കളയുന്നതിനെ പറ്റി നമുക്കൊരു ബോധറേഷൻ തോന്നും അവിടെ ചെന്നിട്ട്. ഇവർക്ക് അദ്ദേഹം ടോട്ടലി റിലാക്സ്ഡാണ്. അല്ലാത്ത സമയത്ത് ഉടനെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്യും. ചെന്ന് കണ്ടു കഴിഞ്ഞാലേ ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ശരി കാണിച്ചത്. അങ്ങനെ അനന്യമായ സവിശേഷതകൾ, സ്വഭാവ സവിശേഷതകൾ ഉള്ള ആൾ കൂടിയായിരുന്നു വി എസ്. അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയുന്ന ആളുകൾക്ക് അതറിയാം.